ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കുസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കുസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഊട്ടിയിൽ വന്നിട്ട് റോസ് ഗാർഡനിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റോസ് ഗാർഡൻ്റെ എൻട്രി കയറുന്ന വശമാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് കാണാൻ, അടിപൊളി രസം കേട്ടോ. ഫുൾ വ്യൂ ആണ്ടത്. പല പല വെറൈറ്റി പൂക്കളുണ്ട് കണ്ട, ചോപ്പ് റോസ കണ്ട, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് കൊടുക്കാനൊക്കെ ഉണ്ട്. ഈ പൂക്കളൊക്കെ കൊടുക്കാൻ വേറെ കൗണ്ടർ ഉണ്ട് കേട്ടോ. വേറെ നല്ല ഭംഗി കേട്ടോ പൂക്കളൊക്കെ കാണാൻ. പൂക്കളുടെ പേര് എഴുതിക്കണം, ഡ്രീമിങ്ങും ജെനിഫർ ബെറ്റി കിൻവാൻഡും ലിവർ പൂൾ റിമെമ്പറിങ് കണ്ട. ഇവിടെ ഫുൾ ഗാർഡൻ ഉണ്ട്, ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് അടുത്ത പൂക്കളൊക്കെ കൊടുക്കാണ്ട് കേട്ടോ. അവിടെ വേറെ കൗണ്ടറൊക്കെ ഉണ്ട് സെയിലിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. നല്ല തണുപ്പില്ലേ, വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് പൂക്കളുടെ ഉണ്ട്. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഫുൾ പൂക്കളുടെ ആണല്ലോ. ഇതൊരു ലൈറ്റ് പിങ്ക് കളർ പൂവാണ്. ഇതെന്തോടെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അത് എല്ലാവരും അവിടെ റീൽസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. ക്യാമറയ്ക്കിടെ പ്രത്യേക ചാർജ് വലിക്കുന്നുണ്ട്. വീഡിയോ ക്യാമറയ്ക്ക് ഫോട്ടോസിനൊക്കെ നമ്മൾ തൊടാൻ പാടില്ല, തൊട്ടേ വേറെ ചാർജ് വലിക്കും. നമ്മളതിന് തൊടുന്നില്ല. ഫോട്ടോ വീഡിയോ നമ്മുടെ ഓൺ ക്യാമറയിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെറിയ പൂക്കളാണ് കേട്ടോ. വലിയ പൂക്കളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ചെറിയ പൂക്കളാണ്. ഇവിടെയൊക്കെ കുറേ ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാം കേട്ടോ. കുറേ പേര് അവിടെ എടുക്കുന്നുണ്ട്. നോക്കിയ ഫ്രണ്ട്സ്, പർവ്വതം കണ്ട് നല്ല ഭംഗി കിട്ടും. മൊട്ടക്കുന്ന് പോലത്തെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ റോസ് ഗാർഡനിൽ കയറി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു പാലസ് പോലെ പണിത് വെച്ചേക്കാണ് ഇവർ. ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ കാണാൻ. റോസ് മോഡലിലെ പൂക്കളുണ്ട്, പല പല കളറിലുള്ളത്, പല പല പേരിലുള്ളത്. ഇതൊക്കെ ഇത് ജമന്തിയാണ് കേട്ടോ. ഇത് പല പല ജമന്തിയുടെയാണ് കേട്ടോ. ഇത് നോക്കി നല്ല പാലസ് പോലെ ഉണ്ട് കേട്ടോ. ഇവർ ഇരിക്കാനൊക്കെ പറ്റുന്നത് പണിത് വെച്ചേക്കണ്ടോ. ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അവിടെ. ഇത് റോസ് തന്നെയാണ്, ചെണ്ടുമല്ലി പോലത്തെ. ഇത് വലിയ ജമന്തി. ഇതാ പാലസിൻ്റെ ബാക്ക് വശമുണ്ട്. കുറേ പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ. ഇവരെന്നെ ബൊക്കെ പോലെ ഇവരുടെ പൂക്കളൊക്കെ ബൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വട്ടം പോലെ കറുത്ത ഷേപ്പിലൊക്കെ. ഇത് വേറെ കേട്ടോ, ഒരു ടെറസ് സെക്ഷനാണ് കേട്ടോ. മറ്റേ ടെറസ് സെക്ഷൻ കഴിഞ്ഞു, ഇത് അടുത്ത സെക്ഷനാണ് കേട്ടോ. നമ്മൾ ഗൈഡിനെ കൊണ്ട് വരാം. കുറേ പേര് ഗൈഡിനെ കൊണ്ടുവരും. നമ്മളിപ്പോൾ ഗൈഡിനെ കൊണ്ട് നമുക്ക് തന്നെ ഓട്ടോയിൽ വന്നു. ഒരു 150 രൂപ കറക്റ്റ് ചാർജ് വരിക്കണം കേട്ടോ. ഒരു കറക്റ്റ് 150 രൂപയാണ്. ഊട്ടി ബസ് സ്റ്റാൻഡിന് ഇവിടെ വരെ. രണ്ട് സൈഡിൽ കണ്ട, അപ്പുറം ഇപ്പുറം മൊത്തം പൂവുണ്ട് കണ്ട. പല പല കളറ്, പല പല പൂവ്. പക്ഷെ ഏത് കളറുണ്ടായാലൊക്കെ റോസ് പോലെ ഉണ്ടോ. അത് തന്നെ റോസ് ഗാർഡൻ എന്ന് പേരിട്ട് തന്നെ കണ്ട. ഇതിലൊക്കെ തന്നെ റോസിൻ്റെ ഷേപ്പിലുള്ള പൂക്കളാണ്. ഇതാണ് തോന്നുന്നു ശരിക്കുള്ള റോസ. ഇതാണ് ശരിക്കുള്ള റോസ കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ. രണ്ട് തരമുണ്ട്, ചെറിയ റോസയുണ്ട്, വിരിഞ്ഞ റോസയുണ്ട്, ചെറിയ റോസയുണ്ട്. അപ്പോൾ അടുത്ത കോർണറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് റോസയുടെ സെക്ഷൻ തന്നെയാണ് കേട്ടോ. ഓരോ റോസയ്ക്കും പല പല പേരുകളാണ് കേട്ടോ. ബ്ലെസ്സിങ്സ് കണ്ടോ, ഡ്യുവറ്റ്, അരൈന, ബ്ലെസ്സിങ്സ്, കൽഹരി, പല പല റോസയാണ് കേട്ടോ. ഇത് വാങ്ങിക്കേണ്ടതുണ്ട്. ഇവിടെ സ്റ്റോക്കൊക്കെ ഉണ്ട്. താഴത്തും കുറേ കാണുന്നുണ്ട്. കിണർ പോലെ വെച്ചിട്ട് എന്തിട്ടാണെന്ന് അറിയാൻ സംഭവം നമുക്ക് നോക്കാം. കുറേ പേര് താഴത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പുറം ഇപ്പുറമുള്ള നമുക്ക് എന്ത് വേണ്ട, നല്ല ഭംഗി കേട്ടോ. നിങ്ങളപ്പോൾ ഊട്ടി വന്നിട്ട് റോസ് കാണാൻ വേറെ ആരും ഉണ്ടാവില്ല. വന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. മിക്ക ചെടികളും മിക്ക പൂക്കളും കരിഞ്ഞ് വാടിയിട്ടുണ്ട് കേട്ടോ. കണ്ട കുറേ മാറുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഊട്ടിയിൽ രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്, അത്രയ്ക്കധികം മഞ്ഞുണ്ട്. കൈ വരെ വിറച്ചു, പല്ലൊക്കെ വിറച്ചു. ഇപ്പോൾ സ്വെറ്റർ നടക്കണം.
ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ 11:10 ആയിട്ടോ. ഇപ്പോൾ വെയിലൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഞ്ഞാന്ന് ഇവിടെ ഓട്ടോറിക്ഷക്കാരോട് വെച്ചപ്പോൾ മനസ്സിലായത് നല്ല മഞ്ഞാണ്. ഇന്ന് എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അവിടെ എന്തോ ഇതുപോലെ കുടിൽ പോലെ പണിതിട്ടുണ്ട്, എന്നിട്ടൊന്നും അറിയില്ല. നോക്കിയ ഫ്രണ്ട്സ്, നല്ല ഭംഗിയില്ലേ കാണാൻ. താഴത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. കുറേ വീടുകളൊക്കെ ഉള്ള കാരണേ ഇത് ഫുള്ള് വീടുകളാണ് കേട്ടോ. ഇതിന് താഴത്തോട്ടുള്ള വഴിയാണ് ഇറക്കം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ താഴത്തേക്ക് നടക്കുന്ന സ്ഥലമുണ്ട്, പക്ഷെ നടക്കണില്ല. അവിടെ പോയതാണ് ഓൾറെഡി കണ്ടതിന് കാണാൻ കേട്ടോ. ഇതൊക്കെ എല്ലാ വെറൈറ്റി പൂക്കളാണ് കേട്ടോ. നമ്മൾ കാണിച്ചത് തന്നെ നിങ്ങൾക്ക് തോന്നും കാണിച്ചത് തന്നെ കാണിക്കണമെന്ന്, പക്ഷെ ഇതെല്ലാം വേറെ വെറൈറ്റി പൂക്കളാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ, പല പല പേരുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട. വെറൈറ്റി പൂക്കൾ ഇത് ഫുള്ള് എല്ലാ വഴിയും ഇവിടെ തന്നെ എത്തുക. കണ്ട താഴെ തുന്നിയുണ്ട്. വലിയ ഗാർഡനാണ് കേട്ടോ. വ്ളോഗ് ചെറുതാണെങ്കിൽ സംഭവം വലുതാണ്, പക്ഷെ ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അധികം കാണിക്കാത്ത മടുക്കുമെന്ന് വെച്ചിട്ടുണ്ട്. ബോറടിക്കാണ്ടിരിക്കാൻ കുറച്ച് കാണിക്കുന്നുണ്ട്. ഈ പൂ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള പൂ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇതാണ് കേട്ടോ. നോക്കി മുട്ടക്കുന്ന് പോലെ മുകളിൽ നമ്മൾ നടന്നു വന്നതാണ് കേട്ടോ. കണ്ട പല വ്യത്യസ്ത ഇതിലുള്ള ആകൃതിയിലുള്ള മരങ്ങളുണ്ടാവും. ഈ മുകളിൽ കൂടെ നമ്മൾ നടന്നു വന്നതാണ്. മുകളിൽ കൂടെ താഴത്തുനിന്ന് മുകളിൽ കൂടെ നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ട ആംഗിൾ നോക്കിയേ, ഒരു ചെരിഞ്ഞിട്ടുള്ള ആംഗിൾ പോലെ കുറേ കുന്നും. അതായത് നമ്മളൊക്കെ അതുകൂടെ നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സീനറി ആണ് കേട്ടോ. നേരെ നടക്കുമ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ട് കേട്ടോ, റോസിൻ്റെ. ഇത് മെയിൻ റോസിൻ്റെ പൂന്തോട്ടമാണെന്ന് പറയുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കണം. നമ്മൾ ചായല എസ്റ്റേറ്റിലൊക്കെ കയറുന്ന പോലെ റോസിൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ സ്ഥലം ഉണ്ടാവും. ഒരു ഇതുപോലെ ഇവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് നമ്മളൊരു ഓട് വീട് പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. അവിടെ ഈ ഭാഗത്ത് കുറേ ഓട് വീടുകളുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഈ പാർക്കിൽ നിന്ന് കുറേ ഓട് വീടുകൾ പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ പിന്നെ ജ്യൂസിന് ഉണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്ന് അവിടെ 5,000 രൂപയാണ് ഫൈൻ കേട്ടോ. അതിന് ഇവിടെ ഫുള്ള് ചില്ല് ബോട്ടിലാണ് സ്പ്രൈറ്റ് വരെ വെക്കുന്നുണ്ട് കേട്ടോ. തമിഴ്നാട് ഭാഗത്തിലൊന്നും പ്ലാസ്റ്റിക് കുപ്പി അലൗഡ് അല്ല. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, കണ്ടത് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോയി ഇനി വീണ്ടും വ്യത്യസ്ത നിങ്ങൾക്ക് നേരെ ബോറടിക്കും. അപ്പോൾ ഇത് താഴത്തും ഇതുപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറെ വാട്ടർഫോളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെയൊക്കെ പൂക്കൾ തന്നെയാണ് കേട്ടോ. ചെറിയ പൂക്കളുണ്ട്, വലിയ പൂക്കളുണ്ട്. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ കുഴപ്പമില്ല, നമുക്ക് നടന്നു വയ്യാണ്ടായി ഇരിക്കാം. കുറേ നടക്കാൻ കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം നടക്കാൻ കേട്ടോ. അതിന് ഇരിക്കാനും സ്ഥലമുണ്ട് കേട്ടോ. ഇത്രയ്ക്കുള്ള നമ്മുടെ വ്ളോഗ്, റോസ് ഗാർഡൻ വ്ളോഗ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഊട്ടിക്ക് വന്നെങ്കിൽ എല്ലാവരും ഇവിടേക്ക് വരുന്ന ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ അമർത്തി. എന്നാൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. ബൈ.